വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. 10ഓളം പ്രൊജക്ടുകളായി ഗംഭീരാവാൻ വേണ്ടി എല്ലാവരും സർവശക്തനായ ഈശ്വരനോട് നമ്മളെ ഓരോരോ ആൾക്കാരുടെയും അധ്വാനമാണ് ഈ ഒരു ഹലോ ഗേസ് എന്ന് പറയുന്ന സിനിമയുടെ വിജയം. അപ്പൊ നമ്മളെല്ലാവരും ഈ വിളക്ക് കത്തിക്കുന്നതോട്, വിളക്ക് കത്തിച്ചാൽ ഇരുട്ട് പോകുന്നത് നമുക്കൊക്കെ അറിയുന്നതാ. ഈ വിളക്ക് കത്തിക്കുന്നതോടുകൂടി ഈ വേദിയിലോ ഇതിൽ പങ്കെടുക്കുന്നവരോ ഇതുമായി ബന്ധപ്പെടുന്നവരുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇരുട്ടുകളുണ്ടെങ്കിൽ ഈ ഇരുട്ടുകളൊക്കെ നീങ്ങി വെളിച്ചം ഉണ്ടാക്കി തരണമെന്ന് ഈശ്വരനോട് മുഴുവൻ ആൾക്കാരും പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയെ പ്രതിനിധീകരിച്ച് മഹാലക്ഷ്മിയുടെ വിളക്കാണ് കത്തിക്കുന്നത്. മഹാലക്ഷ്മിയുടെ വിളക്ക് പറഞ്ഞ ഐശ്വര്യമാണ്. സമ്പത്ത്, ധനം, ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന പേരും പ്രശസ്തിയും ഐശ്വര്യ അഭിവൃദ്ധിയും മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം മേൽശാന്തിയാണ്. തളിപ്പറമ്പ് തമ്പുരാൻ മഹാരാജാവ് ബ്രഹ്മകോവിലപ്പനോടും നിങ്ങളുടെ കുലപരദേവതയോടും അച്ഛനോടും അമ്മയോടും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. അദ്ദേഹം വിളക്ക് കത്തിക്കുക. അഗ്നിമീളേ പുരോഹിതൈ യജ്ഞസ്യ ദേവമൃത്യുജം ഗോദാരം രത്നധാതമം. ഈ ആരാധനയാണ് ഏറ്റവും പ്രധാനം. ഇതോടുകൂടി നമ്മൾ എന്ത് നെഗറ്റിവിറ്റി ഇവിടെ ഉണ്ടെങ്കിലും നെഗറ്റിവിറ്റി പോയി മുഴുവൻ പോസിറ്റീവ് ആക്കി തരണമെന്ന് നമ്മളെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ ചെയർപേഴ്സൺ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി ഗായത്രി ബാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. ഒരു പുതിയ കലാസൃഷ്ടിക്കുള്ള ആരംഭത്തിലാണ് നമ്മളെല്ലാവരും പങ്കാളികളായിട്ടുള്ളത്. ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള, കുട്ടികളുടെ കലോത്സവം ഇന്നലെ സമാപിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ഒരു സർഗസ്വഭാവമാണ് ആ കഴിഞ്ഞ 5 ദിവസവും നമ്മൾ കണ്ടിട്ടുണ്ടായി. ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ എത്ര താല്പര്യത്തോടു കൂടിയാണ് കലയെ സമീപിക്കുന്നത് എന്ന് നമുക്ക് നന്നായി അറിയാം. മലയാള സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഉള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ലോകം അംഗീകരിക്കുന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ അനന്തപുരി സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്ന മിനിസ്റ്റർ ശ്രീ ശിവകുട്ടി സാറിനും വേദിയിലെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവർക്കും, ഈ പൂജയ്ക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാർക്കും അവരോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷം. ഇതൊരു വൻ വിജയമായി തീരട്ടെ. എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അനന്തപുരി സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഹലോ ഗൈസ് എന്ന സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷം. ഞാനിതിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എന്നെ സെലക്ട് ചെയ്തതിന് സാറിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ NR ശിവൻ ചേട്ടനോടൊപ്പം ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിലും എന്നെ വിളിച്ചതിന് അദ്ദേഹത്തിനുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഹലോ ഗായ്സ് എന്ന ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. ഹലോ ഗെയ്സ് എന്ന സിനിമയുടെ പൂജാവേളയിലാണ് നമ്മളെല്ലാവരും ഇന്ന് സന്നിധരായിരിക്കുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാർ അവർക്ക് ഞാൻ ആദ്യമായി നമസ്കാരം പറയുന്നു. അതോടൊപ്പം മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമുക്കറിയാം, ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തീർച്ചയായും പ്രൊഡ്യൂസർ തന്നെയാണ്. കാരണം ഒരു ആർട്ടിസ്റ്റായി എനിക്കറിയാം, ഞാൻ പല സിനിമകളിലും പൂജയ്ക്ക് പോകാറുണ്ട്. എന്നാൽ മിക്ക പടങ്ങളും തുടങ്ങാതിരുന്നിട്ടുമുണ്ട്. എന്നാലോ തുടങ്ങിയ സിനിമകളാണെങ്കിലോ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിയുമ്പോൾ നിർത്തിവെക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഞാൻ എപ്പോഴും പറയും, ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തീർച്ചയായും പ്രൊഡ്യൂസർ തന്നെയാണ്. ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന് അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഡയറക്ടർ സാറിനും മറ്റ് എല്ലാ ടീമിലെ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ സിനിമ എത്രയും പെട്ടെന്ന് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിലെത്തി നമ്മളെല്ലാവരും നല്ല വിജയമായ ഒരു സിനിമയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കഴിഞ്ഞ ആളാണ്. ഒരു ആനയെ നായകനാക്കിക്കൊണ്ട് ഹീറോ ആക്കിക്കൊണ്ട് ഇത്തിക്കര കൊമ്പൻ എന്നൊരു സിനിമയാണ്. അത് പുതുപ്പള്ളി സാധു എന്ന കാട് കയറിയ കഴിഞ്ഞ പ്രാവശ്യം വൈറലായ ഒരു ആനയാണ്. കാട് കയറി പോയതാണ് ഒരു ദിവസം മൊത്തം ഷൂട്ടിങ്ങിനിടയിൽ. ഞാൻ ഇത്തിക്കര കൊമ്പൻ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ഒരു വെക്കേഷൻ ടൈമിൽ എൻ്റെ സിനിമ പുറത്തിറങ്ങും. ഇത്തിക്കര കൊമ്പൻ എന്നുള്ളൊരു സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണം. ഒരു കൊച്ചു സിനിമയാണ്, കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, ഇതിലെ ഡയറക്ടർ അനന്തപുരി സാറ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് പരിചയമില്ല. പക്ഷെ അദ്ദേഹം ഇന്നത്തെ ഈ പൂജയുടെ അന്തരീക്ഷവും അദ്ദേഹത്തിൻ്റെ പേരും എല്ലാവരും പോസിറ്റീവായിട്ട്, പിന്നെ ഇവിടെ കൂടിയ എല്ലാ കലാകാരന്മാരും എനിക്ക് പരിചിതമായ ഒരുപാട് മുഖങ്ങളുണ്ട്, പരിചയമില്ലാത്തവരുമുണ്ട്. പക്ഷേ ഇവരെല്ലാവരും നല്ല വ്യക്തിത്വങ്ങളുടെ ഉടമയാണ്, നല്ല കലാകാരന്മാരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ദൈവം ഒരു അനുഗ്രഹമായിട്ട് സംഭവിച്ചതാണ്, ദൈവം തന്നതാണ്. അതിൽ ഈ സിനിമയ്ക്കും ഈ ഹലോ ഗെയ്സ് എന്നുള്ള സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എൻ്റെ രണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് എൻ്റെ ഒരു കൺട്രോളർ എന്നാ ചേട്ടനും നമ്മുടെ ഡയറക്ടർ സതീഷ് ചേട്ടനും. രണ്ടുപേരും എനിക്ക് ജ്യേഷ്ഠ തുല്യരാണ്, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ പടവും ഇപ്പോൾ ഇവിടെ ഈ ഹാളിലായിരുന്നു പൂജ, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ നിന്ന് നന്ദി പറയുന്നു. അതുപോലെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിന്, അദ്ദേഹത്തിന് ഒരു സിനിമ സമ്മാനിച്ച പ്രൊഡ്യൂസേഴ്സിന് നന്ദി പറയുന്നു. എന്നാ ശിവചേട്ടൻ എൻ്റെ ആദ്യ പടത്തിലെ കൺട്രോളറായിരുന്നു, വലിയ ഗവൺമെൻറ് പടത്തില്ല. ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യാൻ നമുക്കും പറ്റട്ടെ. സതീഷ് ചേട്ടൻ്റെ എല്ലാ സംരംഭത്തിനും ഈ പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും നന്ദി. അടുത്തതായി തിരികൊളുത്തൽ ചടങ്ങിലേക്ക് കടക്കാം. 9 തിരിയാണ്. എന്താ 9 തിരിയുടെ പ്രത്യേകത വെച്ചാൽ 4 ഭാഗത്തേക്കും 4 കോർണറിലേക്കും ഒരു തിരി മുകളിലോട്ട് വേണം. അതാണ് സങ്കല്പം. അപ്പൊ മുകളിലോട്ട് നമുക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, ഏറ്റവും മൂർധ്വമുഖമാണ് മുകളിലോട്ട് വരണം. അപ്പൊ ഈ 9 തിരി കത്തിക്കുവാണ്. ഈ 9 തിരി കത്തിക്കുന്നതോടുകൂടി ഏത് ഭാഗങ്ങളിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് നമ്മളെ ഈ പ്രൊജക്ട് മുകളിലോട്ട് പോയി ഐശ്വര്യത്തോടെ ഉണ്ടാവാനാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നത്. മുഴുവൻ ആൾക്കാരും പ്രാർത്ഥിക്കുക നന്നായിട്ട്. ആദ്യമായി തിരികൊളുത്തുന്നതിനായി നമ്മളുടെ പ്രൊഡ്യൂസർ ശ്രീ സന്തോഷ് കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തതായി പ്രൊഡ്യൂസർ ശ്രീ ഷിബു സിയാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദുരിതാത്യഗ്നി താമഗ്നിവർണ്ണാം തവസാജ്വലന്തിം സ്വയോജനിം കർമ്മശതേഷു ദുഷ്ടാം ദുർഗാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.